ലാസ്റ്റ് ഓവറിൽ 7 റൺസിനാണ് ഇന്ത്യ കളി ജയിച്ചത്. പാണ്ഡ്യയുടെ കളി മികവാണ് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചത്. മില്ലർ ഔട്ടായില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇന്ത്യ ജയിക്കില്ലായിരുന്നു. പാണ്ഡ്യ എങ്ങനെയാണ് ഇത്ര മികച്ച ബൗളിംഗ് കാഴ്ചവെച്ചത്? ഇപ്പോഴത്തെ ഇന്ന് സൗത്ത് ആഫ്രിക്കയുമായിട്ട് കളി ജയിച്ച ശേഷം പാണ്ഡ്യ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. വർഷങ്ങളുടെ ചരിത്രമാണ് ഇന്ന് ഇന്ത്യ തിരുത്തിയത്. ഇന്ന് കളി ജയിച്ച് പാണ്ഡ്യ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ലാസ്റ്റ് ഓവർ രോഹിത് ശർമ്മ എന്നെ ഏൽപ്പിക്കുമ്പോൾ രോഹിതിന് എന്നിലൊരു വിശ്വാസമുണ്ടായിരുന്നു. അത് ഞാൻ കാത്തു സൂക്ഷിച്ചു. 6 ബോളിൽ 16 റൺസാണ് സൗത്ത് ആഫ്രിക്കൻ ടീമിനെ ജയിക്കാൻ ആവശ്യമായിരുന്നത്. എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാൻ ഇന്ന് ചെയ്തു. രോഹിത് ഓവർ എറിയുന്നതിന് മുൻപ് എൻ്റെ അടുത്ത് വന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു തന്നു. രോഹിത്തിൻ്റെ തന്ത്രമാണെന്ന് കളി ജയിക്കാൻ കാരണമായത്. രോഹിത്തിനെ എല്ലാം അറിയാം. അവനാണ് മികച്ച ക്യാപ്റ്റൻ. ഇന്ന് ഇന്ത്യ കളി ജയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം രോഹിത്താണ്. മില്ലറെ പുറത്താക്കാനുള്ള ആ തന്ത്രം പറഞ്ഞു തന്നത് രോഹിത്താണ്. കളി ജയിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഒരുപാട് ആരാധകരുടെ സ്വപ്നമാണ് ഞാനിന്ന് നിറവേറ്റിയത്. കളി ജയിച്ചതിൻ്റെ എല്ലാ ക്രെഡിറ്റും രോഹിത് ശർമ്മയ്ക്ക് കൊടുക്കുന്നുവെന്ന് പാണ്ഡ്യ വ്യക്തമാക്കി. ഇന്ത്യൻ ആരാധകർ ആവേശത്തിലാണ്. വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യക്ക് വേൾഡ് കപ്പ് ലഭിച്ചിരിക്കുകയാണ്. പാണ്ഡ്യയുടെ ഒരൊറ്റ ഓവറാണ് കളി മാറ്റിമറിച്ചത്. സൂര്യകുമാർ ആ ക്യാച്ച് എടുത്തില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇന്ന് ഇന്ത്യ കളി ജയിക്കില്ല. മില്ലർ പുറത്തായതുകൊണ്ട് മാത്രമാണ് ഇന്ത്യക്ക് വേൾഡ് കപ്പ് ലഭിച്ചത്. ഇല്ലെങ്കിൽ അത് 6 ആകുമായിരുന്നു. രോഹിത് ശർമ്മ തോറ്റ കളിയാണ് തിരിച്ചു പിടിച്ചത്. ഇന്ത്യ കളി ജയിച്ചെന്ന് ആർക്കും തന്നെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ക്ലാസൻ്റെ ആ വെടിക്കെട്ടിൽ കളി ഇന്ത്യയുടെ കൈവിട്ടു പോയതാണ്. എന്നാൽ പിന്നീട് രോഹിത് ശർമ്മയുടെ തന്ത്രങ്ങളാണ് ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചത്. ഇനി ധോണിക്ക് ശേഷം രോഹിത് ശർമ്മയും ചരിത്രത്തിൻ്റെ ഭാഗമാകുമെന്നത് ഉറപ്പാണ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.